ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ വെച്ച് ഇതേ കണക്കുണ്ടെങ്കിൽ അഖിൽ മാരാറിൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ഷിയാസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേ കണക്ക് അഖിൽ മാരാർ പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അടുത്ത് മിണ്ടാറൊന്നുമില്ല, അവനെപ്പുറത്തുള്ളവന്മാരത്തൊന്നും ഞാൻ സംസാരിക്കാറില്ല. അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവനുണ്ടെങ്കിൽ 4-5 മാസം മുമ്പുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു എന്നുള്ള രീതിയിൽ എനിക്കറിയാം. അങ്ങനത്തെ ഉള്ളവന്മാരെ ഒന്നും ഞാൻ സംസാരിക്കാൻ കൂട്ടത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു അഖിൽ മാരാർ അതിനകത്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അഖിൽ മാരാറുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതേ കണക്ക് ഷിയാസ് എന്തോ പറയുമെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷിയാസ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. തൻ്റെ ഉമ്മയെ അടുത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ആ വീഡിയോ. ഇതേ കണക്ക് ഉമ്മയെടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞാണ് അങ്ങനെ ഇരിക്കുന്നത്. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അഖിൽ മാരാർ പറഞ്ഞത് മൊത്തം കള്ളമാണ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലെന്നുള്ളതാണ്. ഇതേ കണക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇല്ലാത്ത കാര്യങ്ങളോ ഉള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്തായിരുന്നാലും ശരി, അഖിൽ മാരാർ ഇപ്പോൾ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ഇങ്ങനെ അമ്മയെ അടിച്ചിറക്കി വിട്ടു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു കാര്യമേ അല്ല. കുറച്ച് നാളത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർ ഇതേ കണക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് ഇതേ കണക്കത്തുള്ള കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയത്തില്ല. അതല്ല ഇതേ കണക്കുണ്ടെങ്കിൽ ചുമ്മാ ഇഷ്ടത്തിന് ഓരോരോ തോന്നിയത് പറയുന്നതാണെങ്കിൽ അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല. മറ്റേതാണെങ്കിലും ഇത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്.